ഓക്കെ. ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസണിങ്ങിൽ വരുന്നതാണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കാണ് ഒറ്റയാനെ കണ്ടെത്തുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. ഒറ്റയാനെ കണ്ടെത്തുക അത് സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്തു പോകാവുന്നതാണ് ഓഡ് മാൻ ഔട്ട്. ഇവിടെ നോക്കിക്കോ, ഒറ്റയാന ഏത് നിങ്ങൾ നോക്കി നോക്കിയേ. അതായത് നമ്മുടെ ലോജിക്ക് വെച്ച് കൂട്ടത്തിൽ പെടാത്തതിനെ നമുക്ക് കണ്ടെത്തണം. ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാം. ഒറ്റയാന ഏത്? ഗോളം. ഓപ്ഷൻ എ ഗോളം, ഓപ്ഷൻ ബി സിലിണ്ടർ, ഓപ്ഷൻ സി വൃത്തം, ഓപ്ഷൻ ഡി ക്യൂബ്. ഏതാ വരുന്നേ? ഓക്കെ, ഗോളം, സിലിണ്ടർ, ക്യൂബ്, വൃത്തം. വേറെ ഉത്തരം ഉണ്ടാ? ഒരു ഉത്തരം വന്നിട്ടുണ്ട്. മറ്റുത്തരങ്ങളുണ്ടെങ്കിൽ പറയാം. ബിസ്മി ബാബു, ആതിര ജോസ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്നത് വൃത്തമാണ് അല്ലെ? വൃത്തമാണ് വരുന്നത്. ഗോളം, സിലിണ്ടർ, ക്യൂബ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഘനരൂപങ്ങളാണ് വരുന്നത് അല്ലെ? അങ്ങനെയുള്ള രൂപങ്ങളല്ലേ ഗോളവും സിലിണ്ടറും ക്യൂബും ഒക്കെ. അതുകൊണ്ട് തന്നെ വൃത്തം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ചിലർ വിചാരിച്ച് കാണും ഈ ഗോളവും സിലിണ്ടറും വൃത്തൊക്കെ തമ്മിൽ ഒരു 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 വൃത്തത്തിന്റെ ഒരു കുടുംബത്തിൽ പെടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമുക്ക് ക്യൂബിനെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അപ്പൊ അതല്ല, നമുക്ക് വൃത്തമാണ് വരുന്നത്, വൃത്തം. ഓക്കെ, അടുത്താണ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വ്യത്യസ്തമായ പദം ഏത്? വ്യത്യസ്തമായ പദം എന്തായിരിക്കും? നിങ്ങളൊരു ലോജിക്ക് വെച്ച് നിങ്ങൾ നോക്കിയേ, എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? ഓക്കെ, ബിസ്മി പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ഓക്കെ, അലീന. നമുക്ക് ഓപ്ഷൻ ഡി കർപ്പൂരം. മറ്റുള്ളവയൊക്കെ എന്താണ്? മറ്റുള്ളവയൊക്കെ ലിക്വിഡാണ്, ഒരു തരം ദ്രാവകങ്ങളാണ്. കർപ്പൂരം അതല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഒറ്റയാന ഏത്? ഇതിൽ ഒറ്റയാന എന്ന് കണ്ടുപിടിച്ചേ. ഇതിൽ തൊട്ടയാന കണ്ടുപിടിച്ചേ. ഉത്തരം പറട്ടെ. ഇതിൽ ഒറ്റയാൻ. വ്യാപ്തം ലിറ്റർ, ഓപ്ഷൻ ബി മർദ്ദം ബാരോമീറ്റർ, ഓപ്ഷൻ സി നീളം മീറ്റർ, ഓപ്ഷൻ ഡി സമയം സെക്കൻഡ്. ഓക്കെ, എ പറഞ്ഞിട്ടുണ്ട്, ബി പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ഉത്തരങ്ങളുണ്ടെങ്കിൽ പറയൂ. ഇതിനകത്ത് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആതിര ജോസ് കമന്റ് ചെയ്തു. മർദ്ദം ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ്, ഒരു ഇക്വിപ്മെന്റ് ആണത്. അപ്പൊ അതുകൊണ്ട് അതാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. നമ്മൾ മർദ്ദം അളക്കാനായിട്ടുള്ള ഉപകരണം ബാരോമീറ്റർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി PSCയുടെ സയൻസിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം കൂടിയിട്ടാണ്. മറ്റേതൊക്കെ എന്താണ്? ഓരോ മെഷറാണ് അല്ലെ, ഓരോ യൂണിറ്റുകളല്ലേ. ഇപ്പൊ വ്യാപ്തം നമ്മൾ ലിറ്ററിൽ പറയുന്നു, നീളം മീറ്ററിൽ പറയുന്നു, സമയം സെക്കൻഡിൽ പറയുന്നു. അതുകൊണ്ടാണ് അത് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. മർദ്ദം ബാരോമീറ്റർ വ്യത്യസ്തമായിട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തേക്ക് പോവാം. ഒറ്റയാനം തിരഞ്ഞെടുക്കുക. ഇതിൽ ഒറ്റയാനം തിരഞ്ഞെടുത്തു നോക്കിയേ. എനിക്ക് തോന്നുന്നു നമ്മള് മറ്റേ നമ്പർ സീരീസ് ക്ലാസ് എടുത്തതാണ് ഞാൻ അല്ലെ? അപ്പൊ ഒറ്റയാനെ ഒന്ന് നോക്കാം. ഇതിൽ ഒറ്റയാൻ ആരാണ്? ഇതിൽ തൊട്ടയാൻ എന്താന്ന് നോക്കി നോക്കിയേ. ഇതിൽ ഈ 4 ഓപ്ഷൻ ABCD മൊത്തം നമ്മൾ പാറ്റേൺ നോക്കുക, എന്താണ് ഒരു വ്യത്യാസം നോക്കാം. ഓക്കെ ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം വന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരം വരുന്നത്. ഇവിടെ എന്താന്ന് നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നോക്കാം. ഇവിടെ C കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D E അല്ല, E കഴിഞ്ഞാൽ നേരെ F ആണ് വരണേ.
അല്ലെ, എഫ് ജി എച്ച് അല്ലെ, ഒരു എണ്ണം വിട്ട് പിന്നെ ജി ഒരെണ്ണം വിട്ടിട്ടാണ് എച്ച് വരണേ. അതായത് ഇവിടെ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സി കഴിഞ്ഞിട്ട് ഇയിലേക്ക് വരുമ്പോൾ നമുക്ക് +2 ആണ്, ഇ കഴിഞ്ഞ് എഫിലോട്ട് പോകുമ്പോൾ +1 ആണ്, എഫ് കഴിഞ്ഞ് പോകുമ്പോൾ +2 ആണ് അല്ലെ. ബാക്കിയുള്ളത് നോക്കാം. എല്ല് കഴിഞ്ഞ് എന്നിലേക്ക് പോകുമ്പോഴോ എൽ എം എൻ, എല്ലിന്റെ കൂടെ +2 ചെയ്യുമ്പോഴാണ് എൻ വരണത് അല്ലെ. ഇനി എന്നിന്റെ കൂടെ നോക്കാം, എൻ ഒ പി അല്ലെ, ഒ കഴിഞ്ഞിട്ടാണ് പി വരുന്നത്, എന്നിന്റെ കൂടെ +2 ചെയ്യുമ്പോഴാണ് പി വരണേ. ഇനി നോക്കാം ആർ എങ്ങനെ കിട്ടിയ, പി കഴിഞ്ഞാൽ ക്യൂ ഉണ്ട് ആർ ഉണ്ട് അല്ലെ, +2. നിങ്ങൾ ABCD എഴുതി നോക്കണം കേട്ടോ, ഞാനിപ്പോൾ എഴുതിയില്ല എന്നുള്ളൂ. ക്യൂ ആർ എല്ലാത്തിനും കൂടെ +2 വെച്ചിട്ടാണ് കൂട്ടി പോണത്. ഇവിടെ നോക്കാം യുവിന്റെ കൂടെ യു വി ഡബ്ല്യു ആണ് +2 അല്ലെ, ഡബ്ല്യുവിന്റെ കൂടെ എക്സ് വൈ +2 കൂട്ടുമ്പോഴാണ് വരണേ. വൈയുടെ കൂടെ 2 കൂട്ടുമ്പോൾ എ വരും. അതെങ്ങനെയാന്ന് ഇപ്പൊ സംശയം വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ABCD നമ്മൾ ഇങ്ങനെ എഴുതി പോകൂലേ, ABCD EFG HI JK LMNOPQ, ഈ ഒരു പാറ്റേൺ നമ്മളൊന്ന് എഴുതാട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ സീരീസ് ഒക്കെ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് XYZ. ഇത് നമ്മളിങ്ങനെ പുറകിലോട്ടാണ്, അതായത് യു കഴിഞ്ഞപ്പോ നമുക്ക് +2 അല്ലെ, യു കഴിഞ്ഞപ്പോ +2 ഡബ്ല്യു അല്ലെ, ഡബ്ല്യു കഴിഞ്ഞിട്ട് +2 കൊടുത്തപ്പോ നമുക്ക് വൈ കിട്ടി അല്ലെ, വൈ കഴിഞ്ഞിട്ട് +2 കൊടുക്കുക. ഈ സെഡ് കഴിഞ്ഞത് എങ്ങോട്ട് പോകും, ഇതിങ്ങനെ റൊട്ടേഷൻ ആണ്, മനസ്സിലായ. ഇവിടെ നിന്ന് ഇങ്ങനെ പോലെ തന്നെ ഇതിങ്ങനെ റൊട്ടേഷൻ ആണ്. അപ്പൊ നമ്മൾ +2 ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, ഇവിടെ വൈയുടെ കൂടെ +2 ആവുമ്പോൾ എ കിട്ടി. ഇനി ഇവിടെ നോക്കുക, ബി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഡി ഇ ആണ് അല്ലെ, ഇവിടെ നമ്മള് അല്ലെ ബി സി ഡി അല്ലെ, ഇവിടെ +2, ഡി കഴിയുമ്പോൾ ഇ എഫ് ആണ്, ഇവിടെ +2, എഫ് കഴിയുമ്പോൾ എന്താണ് ഈ എഫ് ജി എച്ച് അല്ലെ +2. അപ്പൊ ഈ ഒരു പാറ്റേൺ എല്ലാം +2 വെച്ചിട്ടാണ് പോകുന്നത്. ഇത് മാത്രമാണ് അതിന് വ്യത്യസ്തമായ ഒരു പാറ്റേൺ. അങ്ങനെ നമ്മൾ ഇതാണ് ഒട്ടയാണെന്ന് ഉറപ്പിച്ചു അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇവിടെ ഒട്ടയാണ് തിരഞ്ഞെടുക്കുക, ഒട്ടയാണ്. ശരി ഉത്തരം വന്നിട്ടുണ്ട്. നേഹി മാദ്രാജസ് ഒക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരം വന്നിട്ടുള്ളത്. ഇതിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം നിങ്ങള്. നമുക്ക് ആദ്യത്തെ നോക്കുമ്പോ എല്ലും കെയും എന്നും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. കെയിൽ നിന്ന് ഒരു -1 കുറയ്ക്കുന്നതാണ് ഏത്, എൽ എന്ന് പറയുന്നത് അല്ലെ, അല്ല കെ എൽ. ഓക്കെ, ഒരു +1 അല്ലെ, നമുക്കിവിടെ കെയിൽ നിന്ന് +1 ചെയ്യുന്നു. ഇവിടെയോ എല് കഴിഞ്ഞിട്ട് MN അല്ലെ, ഇവിടെ +2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കെ കഴിഞ്ഞിട്ട് LMN +3 വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നോക്കാം, ക്യൂ കഴിഞ്ഞിട്ട് ആണ് ഇവിടെ വരുന്നത് അല്ലെ, ക്യൂ കഴിഞ്ഞിട്ട് ക്യൂവിന്റെ കൂടെ +1 ഉള്ളത് ഇങ്ങോട്ട് കൂട്ടുന്നു. ഇനി ഇവിടേക്കാണെങ്കിലോ ഇങ്ങോട്ടേക്ക് കൂടുന്നു. ഇവിടേക്കാണെങ്കിലോ QRST ഇവിടെ +3 ചെയ്യുന്നു. ഈ പാറ്റേൺ നോക്കുക, യു കഴിഞ്ഞിട്ട് വി ഇവിടേക്ക് വരുന്നു. അപ്പൊ ഇടത്തോട്ട് നമ്മൾ +1 കൂട്ടുന്നു. ഇവിടെ കഴിയുമ്പോൾ UVW അല്ലെ, VW എന്ന് പറയുമ്പോൾ നമുക്ക് +2 ആണ് പോകുന്നുള്ളൂ. ഇവിടെ നോക്കാം, നടുവിലെന്ന് വെച്ച് നോക്കുമ്പോൾ ബി കഴിയുമ്പോൾ സി ആണ്, ഇവിടെ +1 ചെയ്യും. ഇവിടെയാണെങ്കിലോ CDE +3 ആണ് വരുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഈ നടുവിലെ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഇടത്തോട്ട് നമ്മൾ +1ഉം വലത്തോട്ട് +3 ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻ സിയിൽ മാത്രം എന്താണ്, ഇടത്തോട്ട് +1ഉം റൈറ്റിലോട്ട് +2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, അടുത്തയിലേക്ക് പോവാം. വീണ്ടും ഒട്ടയാനെ കണ്ടെത്തുക, ഒട്ടയാനെ കണ്ടെത്തുക. നന്നായിട്ടൊന്ന് ഇരുന്നൊന്ന് ചിന്തിക്കുക.
പറഞ്ഞോ. ഒട്ടയാനെ കണ്ടത് ഏത് ഒട്ടയാൻ വരണേ? ഒട്ടയാനെ കിട്ടിയില്ല. ഒട്ടയാനെ കിട്ടിയില്ല. ഞാൻ പറയാം. ഒട്ടയാൻ ഏതാ വരുന്നത്? ഒട്ടയാൻ നമുക്ക് വരുന്നത് നിങ്ങളിവിടെ നോക്കുക, 64, 8, 125 എന്നൊക്കെ പറയുന്നത് ക്യൂബുകളാണ് വരുന്നത്. അതായത് നമ്മൾ 64 എന്ന് പറയുമ്പോൾ 4 ക്യൂബാണ് വരാം. 4 × 4 16, 16 × 4 64. 8 എന്ന് പറയുമ്പോൾ 2 ക്യൂബ് വരും. 2 × 2 4, 4 × 2 8. 125 എന്ന് പറയുമ്പോൾ 5 ക്യൂബാണ് വരാം. 5 × 5 25, 25 × 5 125. ഈ 151 എന്ന് പറയുന്നത് ഒന്നിന്റെയും ക്യൂബ് അല്ല. ഓക്കെ, അപ്പൊ അത് ആണ് നമ്മൾ ഒട്ടയാൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തേക്ക് പോവാം. ഒറ്റപ്പെട്ടത് ഏത്? ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കുക എന്ത് ചെയ്യാം? നമ്മുടെ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ നോർമൽ ഫ്രാക്ഷൻ ആക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ചെയ്യാം. അതൊന്ന് ചെയ്ത് നോക്കിയേ എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം. 2 1/4 ചെയ്യുമ്പോൾ 2 × 4 8, 8 + 1. ഇനി ക്ലാസ്സിലൊന്നും ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ പറയാണ്, നമ്മൾ എന്ത് ചെയ്യണം? 2 × 4 ചെയ്യാം. 2 × 4 + 1 / 4 അല്ലേ? നമുക്ക് 9/4 കിട്ടും. ഇവിടെ ചെയ്യാം. 2 × 8 16, 16 + 2 18, 18/8 നമ്മൾ ചെറുതാക്കുക. 2-ലും 18-ലും 8-ലും 2 കോമൺ ആയിട്ട് പോകും. 18-ൽ 2 9 പ്രാവശ്യം, 8-ൽ 2 4 പ്രാവശ്യം, 9/4 കിട്ടി. ഇവിടെ നോക്കാം, 1 × 3 3, 3 + 2 5, 5/3 വരും. ഇവിടെ 27/12 എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ചെറുതാക്കാം. 27-ലും 12-ലും പോകുന്നത് ഏതാണ്? 3 പോവുക. 27-ൽ 3 9 പ്രാവശ്യം, 12-ൽ 3 4 പ്രാവശ്യം. നിങ്ങളോട് ശ്രദ്ധിക്കുക, നമുക്കിവിടെ 9/4, 9/4, 9/4. അപ്പൊ ഇതിൽ ഒട്ടയാൻ ആരാ? ഒട്ടയാൻ ഓപ്ഷൻ സി അല്ലേ? ഒട്ടയാൻ ചെയ്ത് നോക്കാം. കിട്ടാത്തവർ ചെയ്ത് നോക്കാം. ഒറ്റപ്പെട്ടത് 1 2/3 ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ഒരു 20-ന്റെ വരെയുള്ള സ്ക്വയറും 30-ന്റെ വരെയുള്ള ക്യൂബും ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. നമുക്ക് മാത്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു എളുപ്പം വരും. 10 വരെയുള്ള ക്യൂബ് കേട്ടോ. 10 വരെയുള്ള ക്യൂബും 30 വരെയുള്ള സ്ക്വയറാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. 10 വരെയുള്ള ക്യൂബും 30 വരെയുള്ള സ്ക്വയറും നിങ്ങൾ പഠിച്ചു വെക്കുക. ബന്ധമില്ലാത്ത സംഖ്യ നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം തോന്നണം ഇതൊക്കെ കണ്ടിട്ട്. 27 നമ്മള് ക്യൂബിക് റൂട്ടാണ് പറയുന്നത് അല്ലെ? 27 എന്ത് ക്യൂബല്ലേ? നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ കിട്ടി, ഇവിടെ ഐഡിയ കിട്ടി തുടങ്ങി ആൾക്കാർക്ക് അല്ലെ? നമുക്കറിയാം ഇത് 3 ക്യൂബാണ് 27 അല്ലെ? ഇവിടെ നമ്മള് 64 ഇത് ക്യൂബിക് റൂട്ടാണ് അല്ലെ? കാരണം 4 ക്യൂബാണ് വരണേ. ഇവിടെ 216 നമുക്ക് 6 ക്യൂബാണ് വരാം. ഓക്കെ, പക്ഷെ 448 എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ക്യൂബ് അല്ല. ക്യൂബ് ആണോ അല്ലെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ക്യൂബിക് റൂട്ട് കേട്ടാ. അപ്പൊ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ അപ്പൊ ചെറിയ സംഖ്യ ഒരു 64 എടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരാം. 64. ഓക്കെ, നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. നമ്മള് ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനെല്ലാത്തിനും 2 വെച്ചുള്ള സെറ്റ് എടുക്കുക. മനസ്സിലായ? 2 വെച്ചുള്ള സെറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. അപ്പോ ഓക്കെ, നമ്മൾ ക്യൂബാണ്, ക്യൂബല്ലേ? അപ്പൊ 3 വെച്ചുള്ള സെറ്റ് എടുക്കണം കേട്ടോ. ക്യൂബ് ആവുമ്പോ നമ്മൾ സ്ക്വയർ കാണുകയാണെങ്കിൽ 2 വെച്ചുള്ള സെറ്റ് എടുക്കുക. ക്യൂബ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂബ് ആവുമ്പോൾ 3 വെച്ചുള്ള സെറ്റ് എടുക്കുക. അപ്പൊ ഇവിടെ 2ന്റെ 3 ഉള്ള ഒരു സെറ്റ് എടുത്തു, ഇവിടെ എടുത്തു. നമ്മൾ 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടി. മനസ്സിലായ? അപ്പൊ 4ന്റെ ക്യൂബാണ് 64. ഓക്കെ, വേണമെങ്കിൽ 27 ഒന്ന് ചെയ്ത് നോക്കാം. 27 നിങ്ങളൊന്ന് ഫാക്ടറൈസ് ചെയ്യുക. 9 3 27 കണ്ട 3 3. ഓക്കെ, അപ്പൊ നമ്മൾ 3ന്റെ ഒറ്റ സെറ്റ് ഉള്ളേ. അപ്പൊ നമുക്ക് 3 എന്ന് പറയുന്നത് 3 ക്യൂബാണ് 27 അല്ലെ? ഇനി 216 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 216 ചെയ്ത് കാണിക്കാം. അതായത്
നമുക്കിങ്ങനെ ക്യൂബ് റൂട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണത്. ക്യൂബാണോ സ്ക്വയർ ആണോ? ഇതിന് സ്ക്വയറെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണത്തിന്റെ വീതം സെറ്റ് ആയിട്ടാണ് എടുക്കുക. 216 ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ ചെയ്ത് നോക്കിക്കോ. മൂന്ന് 9. ഓക്കെ, ഇവിടെ 2ന്റെ ഒറ്റ സെറ്റ് ഉണ്ട്, കണ്ട 3ന്റെ ഒറ്റ സെറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയണേ? 2 × 3 വരുമ്പോ നമുക്ക് 6. 6ന്റെ ക്യൂബാണ് 216. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ 448 ഒന്ന് ചെയ്ത് നോക്കിയേ. 448 ചെയ്ത് നോക്കുമ്പോ അങ്ങനെ വരുമെന്ന് നോക്കിയേ. 448 ഇതാ അവിടെ 448 ഒന്ന് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിച്ചോ കേട്ടാ. അപ്പൊ ഇനി ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വന്നാൽ നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, 2. ഇവിടെ നമുക്ക് 7 വരാം അല്ലേ? ഇവിടെ നമുക്ക് 3ന്റെ സെറ്റ് വെച്ച് ഒരുപോലെ എടുക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഇതൊരു ക്യൂബിക് റൂട്ട് അല്ല. 448 ഒരു ക്യൂബിക് റൂട്ട് അല്ല. കാരണം നമുക്ക് എല്ലാ ഫാക്ടേഴ്സും 3 ഇതുള്ള സെറ്റായിട്ട് എടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ക്യൂബിക് റൂട്ട് ആവുള്ളൂ. ഓക്കെ, യെസ്. അടുത്ത ചോദിക്കുക, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് ചിലപ്പോ ഈ പാറ്റേൺ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കിട്ടാൻ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ പോകുന്ന ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. അതായത് 10 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത് 2³ + 2 എന്ന് ഉള്ളതിൽ നിന്നാണ്. 2³ എന്ന് പറയുന്നത് എത്ര വരുന്നത്? 8 വരാം അല്ലെ? 2 × 2 × 2 ആണ് 8. 8 + 2 = 10 വരും. ഇനി അടുത്തത് നമുക്ക് നോക്കുമ്പോ എന്ത് വരും? 3³ + 3 വരും. 27 + 3 വരുമ്പോ 30 വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. 5³ + 5 വരണേ. ഓക്കെ, അപ്പൊ 125 + 5 130 വരും. അപ്പൊ 2ഉം 3ഉം 5ഉം വന്നു ഇല്ലേ? 2ഉം 3ഉം 5ഉം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ഇത് എല്ലാം ഏതാണ്? നമ്മുടെ അഭാജ്യ സംഖ്യകളല്ലേ പോയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അഭാജ്യ സംഖ്യകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7ന്റെ പോണ്ടേ. 7³ + 7 പോണ്ടേ. 7³ എന്ന് പറയുമ്പോൾ എത്ര വരും? 7 × 7 49. 49 7 എത്ര വരണം നോക്കിയേ, കണ്ടുപിടിച്ചേ. 343 അല്ലേ വരണേ? 343 + 7 വരുമ്പോൾ നമുക്ക് 350 അടുത്തത് വരണ്ടേ. പക്ഷെ ഇവിടെ 340. അപ്പൊ ഓപ്ഷൻ സി 340 ആൻസർ വരും. ഇങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണം. ഒറ്റയാനെ കണ്ടെത്താനായിട്ട് ഈ ലെവലിലൊക്കെ തിങ്ക് ചെയ്യണം. ഇതൊക്കെ ഇത്തിരി കൂടി ഒരു അഡ്വാൻസ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. കണ്ടേ, LDCയിൽ ചോദിച്ച ചോദ്യമാണ്. LGS ലെവലാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. പക്ഷെ എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷകളും സിമ്പിൾ ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉൾപ്പെടുത്താം. കാരണം മറ്റു ഏരിയയിൽ നിന്ന് ടഫ് ആവുമ്പോൾ ഈ ഏരിയയിൽ ടഫ്നെസ് കുറയ്ക്കും. ഓക്കെ, അടുത്തത് ഇനി ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാനെ എന്ന് കണ്ടെത്തിയേ. ഇതില് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇതില് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം ഈ രണ്ട് സംഖ്യകളും തമ്മില്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോ 12 × 3 + 1. 12 × 3 36. 36 + 1 37. ഇവിടെ 15 × 3 + 1, അതായത് 45 + 1 = 46. ഇവിടെ 7 × 3 + 1 = 21 + 1 = 22. ഇവിടെ നോക്കാം 8 × 3 + എന്ത് 1 24 + 1 ഇവിടെ 25 വരാം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഒറ്റയാൻ എന്ന് പറയുന്നത്. ആൻസർ കമന്റ് ചെയ്തിരുന്നു അല്ലേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഉത്തരം പറഞ്ഞിരുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു മെത്തേഡുകളിൽ കൂടെ ഒക്കെ ഒറ്റയാനെ കണ്ടെത്താനായിട്ട് പലവിധ മെത്തേഡുകൾ നമുക്ക് മനസ്സിലാവാം.
ഓക്കെ. ചിലപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. നിങ്ങളൊരു ഒട്ടയാന കണ്ടെത്തി, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഓപ്ഷൻ എ. ഇതിലൊട്ടയാനെന്ന് കണ്ടെത്തി. ഞാനിപ്പോ എഴുതി ക്വസ്റ്റ്യൻ 8:64, 10:100. ഓപ്ഷൻ ഡി 6:35 അല്ലേ? ബാക്കിയെല്ലാം ക്യൂബാ. 8ന്റെ ക്യൂബ് 64, 10ന്റെ ക്യൂബ് 100, 5ന്റെ ക്യൂബ് 25. സോറി, ക്യൂബ് അല്ല, നമ്മുടെ റൂട്ട് അല്ലെ, സ്ക്വയർ ആണ് വരുന്നത്. 6ന്റെ 36 വരുന്നത്, പക്ഷെ 35. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഒട്ടയാനെ കണ്ടെത്തുക. രണ്ട് ക്വസ്റ്റ്യനും ആൻസർ കമന്റ് ചെയ്യാം. ചുവടെ തന്നിരിക്കുന്ന ഒട്ടയാനെ കണ്ടെത്തുക. ഉത്തരം വരട്ടെ. ഇവിടെ എങ്ങനെ വരണേ? നമുക്ക് എങ്ങനെ വരും? 196 എന്ന് പറയുമ്പോ 14 സ്ക്വയർ ആണ്. 169 എന്ന് പറയുമ്പോ 13 സ്ക്വയർ ആണ്. 729 എന്ന് പറയുമ്പോ 27 സ്ക്വയർ ആണ്. 589 ഒന്നിന്റെ സ്ക്വയർ അല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഏത് വരും? ഓപ്ഷൻ ഡി 589 ആണ് ആൻസർ വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ക്വയറും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടയിലുള്ളത് പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് ഒരുവിധം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 400. 25 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 625 വരണേ. ഇത്രയ്ക്കാണ് പഠിച്ചതിന് ഇടയിലൊക്കെ ഉള്ള നമ്പർ ആയിരിക്കുന്നത് ഏകദേശം ഊഹിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതിൽ ഒറ്റപ്പെട്ടത് ഏത്? അടുത്തതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് പറഞ്ഞേ? അടുത്തതിൽ ഒറ്റപ്പെട്ടത് നോക്കാം. ആൻസർ 15, 17, 30, 45 ഓപ്ഷൻ ബി 17 വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം നമുക്ക് 15ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നുണ്ട് അല്ലെ? 15ന്റെ ഗുണിതങ്ങളോ 3ന്റെ ഗുണിതങ്ങളോ ഒക്കെ ആയിട്ട് വരാം. പക്ഷെ 17 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളല്ല അല്ലെ? ഒരു അഭാജ്യ സംഖ്യയാണ് 17. ഓക്കെ. ആ ലെവലിൽ നമുക്ക് 17നെ ഒറ്റപ്പെടുത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? വേറിട്ട് നിൽക്കുന്ന പദം ഏതായിരിക്കും? വേറിട്ട് നിൽക്കുന്ന പദം ചിന്തിച്ചു നോക്കൂ. ചെമ്പ്, അൽനിക്കോ, അലുമിനിയം, ഇരുമ്പ്. ഓക്കെ. ഓപ്ഷൻ ബി അൽനിക്കോ. അൽനിക്കോ എന്ന് പറയുമ്പോൾ ഒരു ലോഹസങ്കരമാണ്. ലോഹസങ്കരം. ബാക്കിയെല്ലാം ലോഹങ്ങളാണ്. ചെമ്പ്, അലുമിനിയം, ഇരുമ്പൊക്കെ മെറ്റൽസ് ആണ്. മറ്റേത് എന്താണ്? ഒരു ലോഹ സങ്കരമാണ് അല്ലെ? അടുത്ത താഴെ പറയുന്നതിൽ വ്യത്യസ്തൻ ആര്? വ്യത്യസ്തൻ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ അല്ലെ? ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി ടെർലിൻ. അതായത് പരുത്തി, കമ്പിളി, പട്ട് എന്നൊക്കെ വന്ന് കൃത്രിമ നാരുകളാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, സോറി, പരുത്തി, കമ്പിളി, പട്ടൊക്കെ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. ടെർലിൻ എന്ന് പറയുന്നത് എന്താണ്? കൃത്രിമ നാരാണ്. കൃത്രിമ നാര്. ഓക്കെ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഒട്ടയാനെ തിരഞ്ഞെടുക്കുക. ഒട്ടയാൻ. ഒട്ടയാനെ തിരഞ്ഞെടുക്കുക. ഇതിലാരാണ് ഒട്ടയാൻ വരാ? ഒന്ന് ഒരു പൊളിറ്റിക്കലി ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെ? പൊളിറ്റിക്സ് ഒന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാർ പറയാം. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വരണുള്ളൂ. എന്നാലും എന്തെങ്കിലും ബന്ധം ഇവരുടെ പേരുകൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒറ്റപ്പെടുത്താൻ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണല്ലേ? LDC ചോദിച്ചതാണ്. LDC 2011 ചോദിച്ച ചോദ്യം. ഓക്കെ. എന്താണ്? ഓപ്ഷൻ ഡി ട്ടാ, അടൽ ബിഹാരി വാജ്പേയി. എന്താ കാരണം? അദ്ദേഹം മാത്രം BJPയിൽ നിന്നുള്ള BJPനെ റെപ്രസെന്റ് ചെയ്ത പ്രധാനമന്ത്രിയാണ്. ബാക്കി എല്ലാവരും കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രിമാരാണ്. ഓക്കെ. ഇനി നമുക്ക് ഒട്ടയാനെ തിരഞ്ഞെടുക്കാം. ഇവിടെ ഒട്ടയാനെ തിരഞ്ഞെടുത്തേ. ഒട്ടയാനെ തിരഞ്ഞെടുക്കാം. എന്തായിരിക്കും ഇവിടെ ഒട്ടയാനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചോദ്യം?
ഓപ്ഷൻ ഓക്കെ, ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് വന്നിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഉത്തരം വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ബാക്കിയെല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ്. പക്ഷെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എവിടത്തെയാണ്? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് യൂറോപ്പിലെ രാജ്യമാണ് അല്ലെ? യൂറോപ്പിലെ രാജ്യമാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഞാൻ തരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ടൊന്നും ചെയ്യാം. ഒട്ടയാനെ കണ്ടെത്തുന്ന നല്ലൊരു ചോദ്യമാണ്. 2023 ചോദിച്ച ലേറ്റസ്റ്റ് ചോദ്യമാണ്. ഓക്കെ, 91, 93, 95, 97, 99. ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? ആൻസർ കിട്ടിയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ഓപ്ഷൻ തരണോ? ഓപ്ഷൻ തരാം ഞാൻ. ഓപ്ഷൻ എ 91, ഓപ്ഷൻ ബി 93, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 95 ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 97 ആണ്. ഏതായിരിക്കും? ഉത്തരം ഞാൻ തന്നെ പറയണോ? ഓക്കെ, ഉത്തരം ഞാൻ തന്നെ പറയാം. ഉത്തരം വന്നിട്ടില്ല അല്ലെ? എല്ലാവരും ഇവിടെ ലീവായോ? നമ്മൾ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി 97 നോക്കാം. 97 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയല്ലേ? മറ്റേ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട്, ഒന്നും ആ നമ്പർ അല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ 6 കൊണ്ടോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പൊ ഓപ്ഷൻ 97 നമ്മുടെ ഉത്തരം. ഒരു ചോദ്യം കൂടി നോക്കാം. വ്യത്യസ്തമായത് എഴുതുക കേട്ടാ. വ്യത്യസ്തമായത് എഴുതുക. ഇത് നമ്മുടെ 2023 ചോദിച്ച ചോദ്യം കേട്ടോ. വ്യത്യസ്തമായത് എഴുതുക. വളരെ സിമ്പിൾ ചോദ്യമാണ്. വ്യത്യസ്തമായത് എഴുതുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം, തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് ഓപ്ഷൻ ബി. കണ്ണൂരാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മൂന്നാറാണ്. മൂന്നാർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കൊല്ലമാണ്. ഉത്തരം പറഞ്ഞോ? ഓപ്ഷൻ ഡി കൊല്ലം. ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓക്കെ, ഉത്തരം പറഞ്ഞ നമുക്ക് ഓപ്ഷൻ സി മൂന്നാറാണ് ഉത്തരം വരുന്നത് അല്ലെ? ഓപ്ഷൻ സി മൂന്നാറാണ് നമുക്ക് ഉത്തരം വരുന്നത്. ഓക്കെ, വേറൊരെണ്ണം കൂടി, ഒരു ചോദ്യം കൂടി പറയാം. ഇത് നമ്മുടെ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വ്യത്യസ്തമായത് കണ്ടെത്തുക. അതായത് ഓപ്ഷൻ എയില് നമുക്ക് പറയുന്നത് 88, ഓപ്ഷൻ ബിയില് 95, ഓപ്ഷൻ സിയിൽ വരുന്നത് 61, ഓപ്ഷൻ ഡിയിൽ വരുന്നത് 73. ഇതിൽ നിന്നൊക്കെ ഞാനൊന്ന് കണ്ടെത്തി.
ആൻസർ നേഹ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നതെന്ന് പറയാമോ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒന്ന് പറയാമോ? ഓക്കെ, ഈവൻ നമ്പർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈവൻ നമ്പർ ആണ്, കണക്കാക്കാം. 88 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, ബാക്കിയുള്ളതെല്ലാം ഓഡ് നമ്പർ ആണ്. ഓക്കെ, നമ്മുടെ ഉത്തരം 88. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.